കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്കും സുസ്മിതയ്ക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമോ സ്വാമി? ഒന്നിക്കാൻ സാധിക്കും. ജീവിക്കാൻ അവളിപ്പോ എവിടെയുണ്ട് സ്വാമി? അവളിപ്പോൾ ഒരു യാത്രയിലാണ്. എങ്ങോട്ടാണ് അവള് പോകുന്നത്? പോവുകയല്ല, വരികയാണ്. വരികയാണെന്നോ? അതെ, ഇങ്ങോട്ട് തന്നെ. ഇതേ ക്ഷേത്ര സന്നിധിയിലേക്ക്. സത്യമാണോ സ്വാമി? നന്ദിയുണ്ട് സ്വാമി, ഒരുപാട് നന്ദിയുണ്ട്. ദൈവാധീനത്തിനായി സദാസമയവും പ്രാർത്ഥിക്കൂ മകനെ. എത്ര പ്രേമമാണെങ്കിലും വെള്ളവും തീയും ഒന്നിച്ചെങ്ങനെ സഹവസിക്കും? ജനന സമയത്ത് തന്നെ ഓരോ മനുഷ്യന്റെയും മരണസമയവും ലിഖിതം. ചിലരെ തേടി മരണമെത്തും, മറ്റു ചിലർ മരണത്തെ തേടിപ്പോവും. ഹേ ഭഗവാൻ തേരീ മായ. സുസ്മിത ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ വരുമെന്നല്ലേ സിദ്ധം പറഞ്ഞത്? അപ്പോഴവൾ ഇവിടെ തന്നെ കാണും. അല്ല ആന്റി, സിദ്ധൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ വരവ് വേസ്റ്റ് ആവില്ലേ? നിന്നോടാര് പറഞ്ഞു സിദ്ധൻ അവിടെ ഇല്ലെന്ന്? അല്ല ആന്റി, അത് വെറുതെ ഓരോ ഒഴിവ് കഴിവ് പറയാതെ സുസ്മിത. നമ്മൾ ഇതുവരെ വന്നെങ്കിൽ സിദ്ധനെ കണ്ടിട്ടേ പോവും. ശാലിനി പറഞ്ഞതാ ശരി. സിദ്ധനില്ലെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടല്ലോ, തൊഴുതിട്ട് പോകാം. എന്റെ പൊന്നു സുസ്മിത, ഒന്ന് നടക്കോ? വാ സുസ്മിത. ഇവിടെ വെച്ച് ഇത്രയ്ക്കും പരസ്യമായിട്ട് അപാര ധൈര്യം തന്നെ. എന്താടാ ഇത്? അത് ശാലിനി വീഴാൻ പോയതാ. എന്താ ഇനി എന്തു പറ്റിയടാ? അത് വീണ്ടും വീഴാൻ പോയി, നടക്കാൻ പറ്റുന്നില്ലെന്നേ. സുസ്മിത, നീ വരുന്നുണ്ടോ? എന്താ പറ്റിയേ? അത് പടി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിഷ്ണുട്ട് ഒരു കാര്യം ചെയ്, നിങ്ങൾ പോയി സിദ്ധനെ കണ്ടിട്ട് വാ, ഞാൻ കാറിലിരിക്കാം. അതെങ്ങനെയാണോ ശരിയാവുന്നേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ട, അതിനുള്ള ഒന്നുമില്ല. ഇതിപ്പോ ബാമോ മറ്റോ ഇട്ട് തടവേ ശരിയാവും. എന്നാൽ ഇയാള് വരാതെ എങ്ങനെ ശരിയാവുക? ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്റെ കൂടെ വെയിറ്റ് ചെയ്യാം. അതൊട്ടും ശരിയാവില്ല. സുസ്മിതയുടെ കല്യാണത്തിന്റെ കാര്യം സിദ്ധനിൽ നിന്ന് അറിയണം. സത്യാമ്മ മാത്രമായ അവൾ എങ്ങനെയെങ്കിലും കബളിപ്പിച്ച് മുങ്ങിക്കളയും. അതൊന്നും ശരിയാവില്ല. പോകുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലാതെ ശരിയാവില്ല. ഈ കാലം വെച്ച് അതെങ്ങനെ നടക്കാനാ വിഷ്ണുവേട്ടാ? അതിപ്പോ കാണിച്ചുതരാം. ഇങ്ങനെ അങ്ങ് നടക്കും. വിഷ്ണുവേട്ട താഴെ നിർത്ത് പ്ലീസ് പ്ലീസ്. വിഷ്ണുവേട്ട വേണ്ട. എന്തൊക്കെ കാണണം വിഷ്ണുവേട്ട? അമ്മ കാണും. അമ്മ കണ്ടോട്ടെ. ആന്റിയോട് പറഞ്ഞാലോ? ഓ, അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവേട്ട താഴെ നിർത്താൻ.
വിഷ്ണുട്ടാ ഒന്ന് താഴെ നിർത്ത് പ്ലീസ്. പെണ്ണെ, ഞാൻ ഈ പടിക്കെട്ട് അവിടെ നിർത്തിയിട്ട് പോവേ. എന്നിട്ട് ഒടുവിൽ അമ്പലത്തിന് പുറത്തെ ഒരു ഉപദേവത പ്രതിഷ്ഠ ഉണ്ടാവും. വേണ്ട എന്നാ അവിടെ അടങ്ങി കിടക്ക്. വിഷ്ണു ഏട്ടാ എന്ത് ആൾക്കാരൊക്കെ കണ്ട എന്ത് വിചാരിക്കും? വിഷ്ണു അവന്റെ ഭാര്യ ശാലിനിയും കൊണ്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിക്കും. വിഷ്ണുട്ടാ ഒന്ന് താഴെ നിർത്ത്. നിർത്തില്ല. തൊലിക്കട്ടി ഭയങ്കരം തന്നെ. ശരി മതി, താഴെ നിർത്ത്. പതുക്കെ. ചെരുപ്പ് ചെരുപ്പ്. നാണോ ഇല്ലല്ലോ. അയ്യടാ, എന്തിനാ നാണിക്കണേ? ഇതെന്റെ ഭാര്യയല്ലേ. പോരാത്തന്നെ അവളുടെ കാലും വയ്യ. മോളെ ഇനി എടുക്കണ വേണ്ട. നവാ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇവിടേക്ക് വരുമെന്നാ സിദ്ധം പറഞ്ഞത്. അപ്പോ ഇവിടെ തന്നെ കാണും. ഞാൻ കാണാത്ത എവിടെയോ. അമ്പലം മുഴുവനൊന്ന് തരയാം. അവളെ അങ്ങനെ വിടാൻ പാടില്ല. സത്യമ്മയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, മോനും കുടുംബവും ഉണ്ട്. ആ വിഷ്ണു വാ. നിനക്ക് മനസ്സിലായില്ലേ വിക്രമൻ നായരെ? നമ്മുടെ മണ്ണാർതൊടിയിലെ. എന്നാ ഞാനങ്ങോട്ട്. എന്നാ ശരി. സുസ്മിത എവിടെ? ആന്റി, ഈ സിദ്ധന്റെ കാര്യമൊക്കെ സൂപ്പർസ്റ്റിഷൻ അല്ലേ? ഈ സിദ്ധന്മാര് പറയുന്നത് വിശ്വസിക്കുന്നതൊക്കെ അന്ധവിശ്വാസം അല്ലേന്ന്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും ഇതിന്റെയൊക്കെ പിന്നാലെ പോവോ ആന്റി? നിനക്ക് ഇപ്പോഴാണോ സുസ്മിത ബോധോദയം ഉണ്ടായത്? മനസ്സിലായില്ല. അല്ല, സത്യപരീക്ഷയ്ക്കായിട്ട് എന്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് കാളി ക്ഷേത്രത്തിൽ മുട്ടിലിഴയിച്ചത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. അന്ന് ശുഷ്കാന്തിയുടെ മുന്നിലുണ്ടായിരുന്നല്ലോ നീ. അല്ല, അത് പിന്നെ ആന്റി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊരു അന്ധവിശ്വാസമൊന്നും അല്ല സുസ്മിത, ഒക്കെ നിന്റെ തോന്നല. നിനക്ക് വിവാഹയോഗം ഉണ്ടോന്ന് സിദ്ധം പറയും. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും സിദ്ധം തന്നെ പറയും. അതിലെവിടെ അന്ധവിശ്വാസം? സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങൾക്ക് നമ്മുടെ മേല് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നുണ്ട് സുസ്മിതേ. പിന്നെ പ്രവചനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തില് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഈ പഴയ സിദ്ധന്മാരുടെ മോഡേൺ രൂപമാണല്ലോ മെന്റലിസം. ഇവളും മെന്റൽ ആയതുകൊണ്ട് മെന്റലിസം ഒന്നും മനസ്സിലാവില്ല. എന്നാലും ആന്റി, കണ്ടില്ലേ അമ്മ കാണിക്കണത്? ഇവൾക്ക് ആന്റി, എന്താ? നമുക്ക് സിദ്ധന്റെ അടുത്തേക്ക് പോവാം. നീല പോണ്ടെന്നും പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് വിശ്വാസം വന്ന ആന്റി. ഈ ക്ഷേത്രസന്നിധിയിൽ വന്നപ്പോ ഒരു ദിവ്യ ചൈതന്യം വന്നതുപോലെ. അതാ ഞാൻ പറഞ്ഞത്.
അതെ, ഈ സിദ്ധൻ എവിടെയാ? അവിടെ ആൽത്തറയല്ലേ. ആ, വാ. ആന്റി, എന്താടി? അല്ലെങ്കിൽ ഇന്ന് തന്നെ കാണണോ സിദ്ധനെ? എന്താ? അല്ല, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതിനിപ്പോ എന്താ? പെണ്ണെ, ഇത് ക്ഷേത്രമുറ്റോ? നീ എന്റെ കയ്യിൽ നിന്ന് വീക്കം മേടിക്കരുത്. ഞാൻ വരാം ആന്റി. വന്നേ, വാ. ഒന്ന് നടക്കുവോ മാഡം? പറഞ്ഞോണ്ടേ. അല്ല വിഷ്ണുവേട്ടാ, ഈ വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത? എല്ലാ വെള്ളിയാഴ്ചയുള്ള ഫാമിലി മീറ്റിംഗ് അല്ലേ കരിമേനയുടെ മുകളില്. സിദ്ധന് മുന്നിലെത്തുമ്പം എല്ലാം ശരിയായിക്കോളും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എടുക്കാന്ന്. എടുക്കട്ടാ? വേണ്ട, ഞാൻ നടന്നോളാം. എന്നാ നടക്ക്. ഇങ്ങോട്ട് ശ്രദ്ധിക്ക. സർപ്പസാന്നിധ്യം. മംഗല്യമാണ് വിഷയം അല്ലേ? അതെ സ്വാമി. അത് വേണമെന്ന് നിർബന്ധമാണ്. സ്വാമി എന്താ അങ്ങനെ ചോദിച്ചത്? ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശ്യമുണ്ട്, നല്ലതായാലും ചീത്തയായാലും. എല്ലാ ജന്മങ്ങൾക്കും മംഗല്യയോഗം കിട്ടണമെന്നില്ല. എങ്കിലും വരാനിരിക്കുന്ന വിപത്തുകളെ തടയാൻ ആയുർഭഗവാനായ ബ്രഹ്മാവിന് പോലും ആകില്ല. എന്തിന് ഭയക്കുന്നുവോ അഥവാ എന്തിലേക്ക് സദാസമയവും ചിന്ത ചെല്ലുന്നുവോ അത് നാം തന്നെയായിത്തീരുമെന്ന് മുനിമാർ. ആസന്നമായത് സംഭവിക്കുക തന്നെ ചെയ്യും. മംഗല്യ തടസ്സമുണ്ട്. ചെയ്ത പാപങ്ങൾ തന്നെയാണ് വിഘ്നം. കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളായിരിക്കും സ്വാമി ഉദ്ദേശിച്ചത്. ചെയ്തുപോയ പാപങ്ങൾക്ക് അതേ ജന്മത്തിൽ പിഴയൊടുക്കേണ്ടിയും വരാറുണ്ട്. ചെയ്യാനിരിക്കുന്നതിന് പരിഹാരമൊന്നുമില്ലേ സ്വാമി? സ്വാമി, പരിഹാരമൊന്നുമില്ലേ?
പരിഹാരമുണ്ട്. വനമൂർത്തി ക്ഷേത്രത്തിൽ ആൽമരത്തിൽ കാപ്പുകെട്ടി ഒരു ദിവസം കുട്ടി ഉപവാസമിരിക്കേണ്ടി വരും. വനമൂർത്തി ക്ഷേത്രത്തിലോ? അതെ, വനമൂർത്തി ക്ഷേത്രത്തിൽ തന്നെ. ഉഗ്രശക്തിയുള്ള പ്രതിഷ്ഠയാണ്. ഉപവാസം മുടങ്ങാൻ പാടില്ല. മുടങ്ങിയാല് എന്താ സ്വാമി പറയണം? ആ, ദേവനും അസുരനും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നറിയാമല്ലോ. വനമൂർത്തി ക്ഷേത്രത്തിലെ ഉപവാസ പൂജ മുടങ്ങിയാല് ശരീരത്തിലെ ദേവാംശത്തെ കീഴടക്കി അസുരാംശം പൂർണ്ണ വിജയം നേടും. പിന്നെ ഒരു ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. അല്ല, ആരുടെ കാര്യ സ്വാമി പറയുന്നേ? ഒരു കൈക്കുഞ്ഞിന്റെ നിലവിളി ഞാൻ എന്റെ കാതുകളിൽ കേൾക്കുന്നു. കുഞ്ഞിന്റെയോ? അത് ഒന്ന് തെളിച്ചു പറയണം സ്വാമി. അറിവ് ദുഃഖഹേതുവാണ്. എല്ലാം അറിയാതിരിക്കുന്നത് തന്നെ നന്ന്. ഇപ്പോ പൂജകൾ വിധിപ്രകാരം ചെയ്യൂ. ആപത്തൊഴിയാൻ ഗണേശ ക്ഷേത്രത്തിൽ വഴിപാടുമാകാം. ഈശ്വര ഭജനം മുടക്കേണ്ട. വാ. ആ, ഭവതി ഒരു നിമിഷം നിൽക്കൂ. ഇനിയെന്ത്? നിൽക്കാൻ പറഞ്ഞത് ഒരു കഥ ഓർമ്മിപ്പിക്കാനാണ്. എല്ലാവർക്കും അറിവുള്ള കഥ തന്നെയാണ്. ദശരഥ മഹാരാജന് 4 മക്കൾ: ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. പല അമ്മമാരുടെ മക്കളായിരുന്നിട്ടും അവരക്കാര്യം ഓർമ്മിച്ചതേയില്ല. വനവാസവും യുദ്ധവും കലഹവുമെല്ലാം വിതച്ചത് അവരുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന മന്ധര എന്നൊരു സ്ത്രീയാണ്. സ്വാമി ഇപ്പോഴിത് പറഞ്ഞത് കഥ ഓർമ്മയിൽ വെച്ചാൽ മതി. പൊയ്ക്കോളൂ, നമുക്ക് ധ്യാനത്തിന് സമയമായി. ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ. हे भगवान, तेरी माया.
എന്താടി? 4 കാലം പറിച്ചുള്ള ഓട്ടമായിരുന്നല്ലോ. എന്തേ നിന്ന് കളഞ്ഞത്? അല്ല, നമുക്ക് തൊഴുതിട്ട് പോവാന്ന് കരുതി. ആഹാ, നിനക്ക് പെട്ടെന്ന് ദൈവ വിചാരമൊക്കെ വന്നു. ആ അതെ അതെ. എന്താ എന്താ ഇവിടെ? ആ അവൾക്ക് വേഗം തൊഴണോന്ന്. അത് നല്ല കാര്യല്ലേ? ആ വാ, നമുക്ക് തൊഴുതിട്ട് പോകാം. ശരി ആന്റി. വാ. അയ്യോ എടുക്കണ വേണ്ട. വാ. ഓ വാ.